എല്ലാവർക്കും പറയാനൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പറയാൻ ഒരു തടസ്സമാണ്. അപ്പൊ ഇത് തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങളിത് വളരെ കാര്യമായിട്ട് തന്നെ എടുക്കണം. കാരണം ബേബി ഫ്രൂട്ട്സിൻ്റെ അകത്ത് ധാരാളം ഹിഡൻ ഷുഗർ ആണ് ആഡ് ചെയ്ത് വിടുന്നത്. സിറപ്പുകൾ, ഫ്രൂട്ട് കോൺസെൻട്രേറ്റ്, അതുപോലെ നമ്മൾ കേൾക്കുമ്പോൾ ഷുഗർ ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഈ ബ്രിട്ടീഷ് മീഡിയയൊക്കെ ഇതിനെ വിളിച്ചത് ഗ്രേറ്റ് ബേബി ഫുഡ് സ്കാം എന്നാണ്. ഞാൻ അത് എങ്ങനെ കണ്ടെത്താന്നുള്ളത് വളരെ വേഗത്തിൽ പറഞ്ഞുതരാം. ഹിഡൻ ഷുഗർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബോട്ടിൽ എടുത്തതിന് ശേഷം തിരിക്കുക, എന്നിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കണം. ഇൻഗ്രീഡിയൻസിന്റെ അകത്ത് പല OSC എഴുതിയിട്ടുണ്ട്. അതായത് ഫ്രക്ടോസ് ആവാം, ഗ്ലൂക്കോസ് ആവാം, സൂക്രോസ് ആവാം, ഡെക്സ്ട്രോസ് ആവാം, മാൾട്ടോസ് ആവാം. അങ്ങനെ OSC അവസാനിക്കുന്ന ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ഹിഡൻ ഷുഗർ തന്നെയാണ്. ചില സിറപ്പുകൾ ആഡ് ചെയ്യും. കോൺ സിറപ്പ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, മേപ്പിൾ സിറപ്പ്, റൈസ് സിറപ്പ്, ബാർലി മാൾട്ട് സിറപ്പ് എന്നൊക്കെ പറഞ്ഞ് പേരുകളുണ്ടാവും. അതും പഞ്ചസാര തന്നെയാണ്. ചിലപ്പോൾ അതിനകത്ത് ഫ്രൂട്ട് ജ്യൂസ് കോൺസെൻട്രേറ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും. അതായത് ആപ്പിൾ ഓഫ് പിയറിന്റെയോ കോൺസെൻട്രേറ്റോ അല്ലെങ്കിൽ കെയിൻ ജ്യൂസിന്റെയോ ഒക്കെ ഷുഗർ കോൺസെൻട്രേറ്റ് ആയിരിക്കും. അതും പഞ്ചസാര തന്നെയാണ്. ചിലതിനകത്ത് എഴുതിയിരിക്കുന്നത് ബ്രൗൺ ഷുഗർ എഴുതിയിട്ടുണ്ടാവും, നെക്ടർ സിറപ്പ്, ഹണി എന്നുള്ള എഴുതിയിട്ടുണ്ടാവും. ഒരു കാരണവശാലും 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഹണി കൊടുക്കരുത്. ഹണി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബോട്ടിലിസം പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖം ചില കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യാറുണ്ട്, മാൾട്ടോഡെക്സ്ട്രിൻ. ഞാൻ പഞ്ചസാരയും കാട്ട് അപകടകാരിയായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് മാൾട്ടോഡെക്സ്ട്രിനെ കുറിച്ചാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഷുഗർ എഴുതി വെക്കാതെ അവർ ഇത്തരത്തിലുള്ള വാക്കുകളാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഇൻഗ്രീഡിയൻസ് നോക്കുക. ആഡഡ് ഷുഗർ എന്ന് പറയുമ്പോൾ അവിടെ കാണും. പിന്നെ ടോട്ടൽ കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള ലിസ്റ്റ് നോക്കുക. അവിടെ നോക്കിയതിനു ശേഷം തൊട്ട് താഴെ ഷുഗർ എഴുതിയിട്ടുണ്ടാവും. അത് 0 ആണെങ്കിൽ ബെസ്റ്റ് ബേബി ഫുഡ് ആണെന്ന് പറയാം. അല്ലാതിരുന്നാൽ അതിനർത്ഥം പഞ്ചസാര അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. നമ്മുടെ കുഞ്ഞിന്റെ ഒരു സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അല്ലാതെ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ വീണ് അല്ലെങ്കിൽ അവരുടെ ആഡ് കണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. ഉടനെ പ്രശ്നം ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ ഇത് കാര്യമാക്കാറില്ല. പക്ഷെ ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ട് വളരെ ഉപയോഗിക്കണം. അമ്മയ്ക്ക് മുലപ്പാൽ വളരെയധികം കുറവാണ്. കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. 6 മാസത്തിന് ശേഷം കുട്ടികൾക്ക് എന്താണ് ആഹാരം കൊടുക്കേണ്ടത്, അതിനുശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം പല ആളുകളും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.